ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മണിക്കൂറിൽ 19,500ഓളം ടിക്കറ്റുകളാണ് ദൃശ്യം 3ക്ക് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ ലാപ്പിൽ ഓടുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സിനിമ സർവ്വ റെക്കോർഡുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. ആദ്യ ദിനം 45 കോടി 50 കോടിയാണ് സിനിമ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും 45 കോടി ഉറപ്പിച്ചോ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോകാം. അതിന് മുന്നോടിയായി ഒന്ന് തകർത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമയുടെ പ്രീസെയിൽ 29.23 കോടി, അതായത് 30 കോടിയോളമാണ് ആദ്യ ദിനത്തെ കളക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് 53 മിനിറ്റുകൾക്ക് മുമ്പുള്ള ആ ഒരു അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത്. എന്താണേലും അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച പോലെ തന്നെ അവസാന ലാപ്പിൽ 20,000, ഒരുപക്ഷെ 25,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വരും മണിക്കൂറിൽ പോകുമെന്നുള്ളതാണ്. ഇനി 3 മണിക്കൂറുകൾ കൂടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. വേൾഡ് വൈഡ് നമുക്ക് 5 മണിക്കൂറിന് മുമ്പ് കിട്ടിയ അപ്ഡേറ്റുകളിലേക്ക് വരാം. അതിനകത്ത് ഡീറ്റെയിൽഡ് കളക്ഷനും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഇവിടെ ദൃശ്യം 3യുടെ ഏറ്റവും വിശ്വസനീയമായ സോഴ്സുകളിലൊന്നാണ് വാട്ട് ദ ഫസ് എന്നുള്ള റിവ്യൂവേഴ്സ്. അവർ പറയുന്ന കണക്കുകൾ പ്രകാരം 5 മണിക്കൂറുകൾക്ക് മുമ്പ് 25 കോടി 60 ലക്ഷം രൂപയാണ് നേടിയിരുന്നത്. കേരളത്തിൽ നിന്ന് 7 കോടി 2 ലക്ഷം രൂപ നേടിയപ്പോൾ കർണാടകത്തിൽ നിന്ന് 1 കോടി 16 ലക്ഷം രൂപയും. ആദ്യ ദിനത്തെ കളക്ഷനാണ് ഇത് പറയുന്നത്. ഇപ്പോൾ 30 കോടി കടന്നു എന്നുള്ളത്, 29 പോയിൻറ്റ് സംതിങ് ആയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ. 53 മിനിറ്റുകൾക്ക് മുമ്പ് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 1 കോടി 4 ലക്ഷം രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 40 ലക്ഷം രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 58 ലക്ഷം രൂപ, അങ്ങനെ ഇന്ത്യൻ ടോട്ടൽ 10 കോടി 20 ലക്ഷം രൂപ നേടിയപ്പോൾ GCCയിൽ നിന്ന് 630K, USA കാനഡയിൽ നിന്ന് 310K ഡോളർ, UK അയർലൻഡിൽ നിന്ന് 310K ഡോളർ, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് 192K ഡോളർ, യൂറോപ്പ് ആൻഡ് റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് 160K ഡോളർ, അങ്ങനെ 1.60 മില്യൺ ആണ് ഓവർസീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 15 കോടി 40 ലക്ഷം രൂപ. അങ്ങനെ എടുത്ത് പറയാം, ഡൊമസ്റ്റിക്കിൽ നിന്ന് 10 കോടി 20 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 15 കോടി 40 ലക്ഷം രൂപയും ചേർന്ന് 5 മണിക്കൂറുകൾക്ക് മുമ്പ് 25 കോടി 60 ലക്ഷം രൂപ കടന്ന ചിത്രം ആദ്യ വാരത്തിൽ ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്നു 40 കോടി കടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം. അതായത് ആദ്യ ദിനം തന്നെ സിനിമ പാട്രിയോട്ട് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ 29 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 14,000-ന് മുകളിൽ ടിക്കറ്റ് വിറ്റുപോയ ചിത്രത്തിന് ഇപ്പോൾ 19,500 കടന്ന് 19,800-ലേക്ക് എത്തുന്നു എന്നുള്ള ഗംഭീര അപ്ഡേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ദൃശ്യം 3യിൽ ഡ്രാമാറ്റിക് ട്വിസ്റ്റുകൾ ഇല്ല എന്നുള്ളതും, അതേപോലെ നോ സ്പോയിലേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളും ഇപ്പോൾ പോസ്റ്ററായിട്ട് തന്നെ ദൃശ്യം ടീം പുറത്ത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഒപ്പം ഒരു കാര്യം, ഇത് മലയാളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ആദ്യ ദിനത്തിൽ ഈ ഒരു സിനിമ 50 കോടി, ഇനി എത്ര നെഗറ്റീവ് വന്നാലും ആദ്യ വാരത്തിൽ സിനിമ 100-150 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹെവി പോസിറ്റീവാണ് വരുന്നതെങ്കിൽ 500 കോടിക്ക് മുകളിൽ സിനിമ എത്തും. സിനിമയുടെ റിവ്യൂ റിപ്പോർട്ടുകൾ നേരത്തെ, അല്ലെങ്കിൽ ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ നിന്ന് കേട്ട കേൾവിയിലുള്ള കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. ഇത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 9 ദിവസത്തിനിടയിൽ മുന്നേ ഇറക്കി അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയത്. അത് നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തത്തില്ല. അത്രത്തോളം ഗംഭീര ചിത്രം തന്നെയായിരിക്കുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ നാളെ എങ്ങും തന്നെ ടിക്കറ്റ് കിട്ടാനില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.